യാത്ര പറയല്ലേ, എന്നെ വിട്ടു പോകുകയാണോ ഖദീജ? ഖദീജ ബീബി പിരിയുന്ന സമയത്ത് നിബിതങ്ങൾ കരയുകയാ, അള്ളാന്റെ റസൂല് കരയുകയാ. എനിക്ക് നിന്നെ കുറിച്ചൊരു പരാതിയുമില്ലെന്ന് നിബിതങ്ങൾ പറഞ്ഞപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേൽക്കുകയാണ്. നിബിതങ്ങളെ കെട്ടിപ്പിടിച്ചു, അവിടുന്ന് ചുംബനം കൊടുത്തു. എന്നിട്ട് അള്ളാന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ ചെവിയില് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മൂന്നാഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുവോ? ഖദീജയ്ക്ക് മൂന്നാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുവോ? നബി തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചു കഴിഞ്ഞാ എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, വേറെ ആരെയും കൂട്ടരുത്. എൻ്റെ ശരീരം വേറെ ആരും കാണരുത്, എൻ്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്. അങ്ങ് വേണം എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. നബിതങ്ങളോട് ചോദിച്ചു, കുളിപ്പിക്കുമോ നബിയെ? നബിതങ്ങൾ സമ്മതിച്ചു. റസൂലുള്ളാഹിയോട് ഖദീജ ബീബി പറയുകയാ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സുണ്ട്. ഖദീജ ബീബിക്ക് 65 വയസ്സായപ്പോ ഖദീജ എന്ന ഉമ്മയുണ്ടല്ലോ, വീടിന്റെ മുറ്റത്തിങ്ങനെ, വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. കുളിച്ചൊരുങ്ങിയിട്ട് ഖദീജ എന്ന 65 വയസ്സുള്ള ആ പ്രായം ചെന്ന ഉമ്മ വീടിന്റെ മുമ്പിൽ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. നബിതങ്ങൾ കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ നബിതങ്ങളെ സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിനകത്ത് കയറി വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. 65 വയസ്സുള്ള ഖദീജ ബീബി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ അവിടുത്തെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാ. നബി തങ്ങൾ അനുവാദം കൊടുത്തു. 25 വയസ്സുകാരിയല്ല, 35 വയസ്സുകാരിയല്ല, 45കാരിയല്ല, 55കാരിയല്ല, 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് നബി തങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഖദീജ, എന്തേ ഖദീജ എന്നെ നോക്കി ചിരിക്കുന്നത് എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്തൊരു സൗന്ദര്യമാണ് നബിയേ, എന്തൊരു പ്രകാശമാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, 65കാരി നിബിതങ്ങൾ എന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, ഇത് ഈ നാട്ടിലെ പെണ്ണിന് തിരിയൂല, ഇത് ഈ നാട്ടിലെ പ്രായമുള്ളവർക്ക് തിരിയൂല. കാരണം പ്രായം ചെന്നാൽ വാപ്പയും ഉമ്മയും 2 റൂമിലാ. 40 കഴിഞ്ഞ 50 കഴിഞ്ഞാൽ രണ്ടുപേരും കിടക്കുന്നത് വേറെ വേറെ റൂമിലാണ്. ഒരുമിച്ച് കിടക്കാറില്ലല്ലോ, ഒരുമിച്ച് കിടക്കേണ്ടത് അപ്പോഴാ വാപ്പാ. പ്രായം ചെല്ലുന്ന സമയത്താണ് നീ നിന്റെ ഭാര്യയുടെ കൂടെ കിടക്കേണ്ടത്. പെങ്ങളെ, വികാരം തീർക്കാൻ മാത്രമല്ല കല്യാണം കഴിക്കേണ്ടത്. പ്രായം ചെന്ന മുടി നരച്ചു പോയ ഭർത്താവിന്റെ കൂടെ കിടക്കേണ്ടത് മരണത്തിന്റെ സമയത്താ, അല്ലാതെ ആരോഗ്യമുള്ള സമയത്ത് മാത്രമല്ല, യുവത്വത്തിന്റെ സമയത്ത് മാത്രമല്ല. 65കാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾ എന്ന ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, എന്ത് ഗ്ലാമറാ നബിയേ, എന്ത് സൗന്ദര്യമാ നബിയേ. ഖദീജ, 25 കൊല്ലമായില്ലേ, 25 കൊല്ലമായില്ലേ, 25
25 വർഷമായിട്ട് കാണുന്നതല്ലേ ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജയോട് മറുപടി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ ഫാത്തിമാനെ നല്ലതുപോലെ നോക്കടേ നബിയേ. ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാ, ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയമാ. ഫാത്തിമാനെ നല്ലതുപോലെ നോക്കണം. എന്റെ പൊന്നുമോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ വേദനിപ്പിക്കരുത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി നബിയേ. എന്റെ മരണമെടുത്തു നബിയേ, എന്റെ മരണമെടുത്തു നബിയേ. 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. 25 വർഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഭാവം അങ്ങയുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ഖദീജ എന്ന ഭാര്യ അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുമ്പോ നബി തങ്ങൾ വാപൊത്തുകയാ. ഖദീജ, നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, പറയാനൊരു പരാതിയുമില്ല. പെങ്ങളെ, ആരാണ് ഖദീജ എന്നറിയോ? ഖദീജാനെ പോലെ ഒരു പ്രതിഫലം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല. അല്ലാഹു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടൂല. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമാ ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്നത്. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുക്കും. പെങ്ങള്, എന്തിനാണെന്നറിയോ? 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ ഖദീജയ്ക്ക്. ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഭർത്താവ് എപ്പോഴും പറയും, നിന്റെ നാവിന് വല്ലാത്ത നീളവാ പടച്ച റബ്ബേ. നബി തങ്ങൾ പറയുന്നു, ഖദീജ പരാതിയില്ല, യാത്ര പറയല്ലേ, എന്നെ വിട്ടു പോകുകയാണോ ഖദീജ? ഖദീജ ബീബി പിരിയുന്ന സമയത്ത് നബി തങ്ങൾ കരയുകയാ, അള്ളാന്റെ റസൂല് കരയുകയാ. എനിക്ക് നിന്നെ കുറിച്ചൊരു പരാതിയുമില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചാടി എഴുന്നേക്കുകയാണ്. നബി തങ്ങളെ കെട്ടിപ്പിടിച്ചു, അവിടുന്ന് ചുംബനം കൊടുത്തു. എന്നിട്ട് അള്ളാന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ ചെവിയില് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമുണ്ട് നബിയെ, സാധിപ്പിച്ചു തരുവോ? ഖദീജയ്ക്ക് 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുവോ? നബി തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, വേറെ ആരെയും കൂട്ടരുത്. എന്റെ ശരീരം വേറെ ആരും കാണരുത്, എന്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്. അങ്ങ് വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. നബി തങ്ങളോട് ചോദിച്ചു, കുളിപ്പിക്കുമോ നബിയെ? നബി തങ്ങൾ സമ്മതിച്ചു. റസൂലുള്ളാഹിയോട് ഖദീജ ബീബി പറയുകയാ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ചിട്ട് വേണമെന്ന പുതിയാറ്. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ കിടക്കണമെങ്കിൽ അങ്ങില്ലാതെ പറ്റില്ല നബിയേ.
അങ്ങില്ലാതെ പറ്റില്ല നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാൾ എനിക്ക് വേണം നബിയേ, തരുമോ യാ റസൂലല്ലാഹ്? നബി തങ്ങളെ തലകുലിക്ക്. മൂന്നാമതായിട്ട് ഖദീജ ബീബി പറയുകയാ, ഞാൻ മരിച്ച അവസാനം ഖബറിൽ ഇറക്കി വെക്കുമല്ലോ, എന്റെ ജനാസ ഖബറിൽ ഇറക്കുമ്പോ അങ്ങിറങ്ങണം നബിയേ, ഖബറിനകത്തിറങ്ങണം നബിയേ, ജനാസ ഇറക്കി വെക്കണം നബിയേ. എന്റെ കബളിന്റെ താഴെ നിങ്ങൾ വേണം മണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. ഫാത്തിമ കാണുകയാ, ഫാത്തിമ ഉമ്മ പറയുന്നത് മുഴുവനും കേൾക്കുകയാ. വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം പഠിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് മരണപ്പെട്ടു. നബി തങ്ങളാ കുളിപ്പിച്ചത്. ഒരു ഭർത്താവ് തന്നെയാണ് ഭാര്യയുടെ ജനാസ കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിക്കുകയാ. അവിടുന്ന് കഫം പൊതിയ സമയമാകുമ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് നബി തങ്ങൾ ചുംബിക്കുകയാ, നബി തങ്ങൾ ചുംബിക്കുകയാ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. ജനാസ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ നബി തങ്ങൾ ഇറങ്ങുകയാണ്. നബിതങ്ങൾ ഇറങ്ങുകയാ. ഖബറിനകത്തിറങ്ങി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ അവിടുന്ന് നബിതങ്ങൾ വാങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. അവിടുന്ന് കെട്ടുകൾ അടിച്ചു മാറ്റി. നബിതങ്ങൾ മണ്ണ് വാരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് ഒഴുകുകയാണ്. താടിരോമത്തിലൂടെ ഖദീജ ബീബിയുടെ കഫം തുണിയുടെ മുകളിലേക്ക് വീഴുകയാ. നബിതങ്ങളാണ് ഖദീജ ബീബിയുടെ കബളിന്റെ താഴെ മണ്ണ് വെച്ച് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്ന രംഗം ഫാത്തിമ എന്ന മകള് കാണുകയാ. ഇനി പടച്ചവനെ 63-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് അലിയാര് തങ്ങളെന്ന ഭർത്താവിനോട് അവിടെ അനുവാദം ചോദിച്ചു. എന്റെ ഉപ്പാന്റെ അടുക്കൽ എനിക്ക് പോകണം. അവിടെ അനുവാദം ചോദിച്ചിട്ട് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോട് കടന്നു വരുമ്പോ നബി തങ്ങൾ എഴുന്നേക്കുമായിരുന്നു. ഫാത്തിമ എപ്പോ വന്നാലും നബി തങ്ങൾ എഴുന്നേക്കുമായിരുന്നു. പെൺകുട്ടികളെ കാണുമ്പോൾ വാപ്പ എഴുന്നേക്കണമെന്നാണ് നബി തങ്ങൾ. ഫാത്തിമ വന്നാ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമാണ് നബി തങ്ങൾക്ക്. പക്ഷേ നബി തങ്ങളെ സുഖമില്ലാതെ കിടക്കുമ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് വന്നപ്പോ നബി തങ്ങൾ ഫാത്തിമാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. എന്നിട്ട് വാപ്പാന്റെ അടുത്ത് വന്ന് ഫാത്തിമ ഇരിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഉപ്പാടെ മരണമെടുത്തു മോളെ. ഫാത്തിമ കരയുകയാ. വാപ്പ മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോ, ഉപ്പാടെ മരണമെടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ വല്ലാതെ കരയുകയാ. പൊന്നുമോള് തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ നബി തങ്ങൾ രണ്ടാമതും വിളിച്ചു, മോളെ ഫാത്തിമ, അടുത്തത് നീയാ ഫാത്തിമ. എന്റെ പുറകില് നീയുണ്ട്, എന്റെ തൊട്ടു പുറകില് നീയുണ്ട്. മരണം പറഞ്ഞപ്പ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. വാപ്പ പറഞ്ഞു, അടുത്തത് നിന്റെ ഊഴമാട്. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാ. പടച്ച റബ്ബേ, നബി തങ്ങൾ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്.
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് കിടക്കുന്നു. നബി തങ്ങളുടെ ചാരത്ത് ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരിക്കുന്നുണ്ട്. ആയിഷ ബീബിയുടെ നെഞ്ചത്ത് കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ റസൂലുള്ളാഹി എന്ന വാപ്പ ആയിഷ ബീബിയുടെ നെഞ്ചിൽ കിടന്നിട്ട് വഫാത്താവുകയാ. തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. അള്ളാന്റെ റസൂലിന്റെ മരണവും കണ്ടു, തന്റെ ഉമ്മയായ ഖദീജ ബീവിയുടെ മരണവും കണ്ടു. ഇനി ഫാത്തിമാനെ അറിയണോ? ഈ വാപ്പായ്ക്കും മകൾക്കും ജനിച്ച ഫാത്തിമയുടെ ചരിത്രം അറിയണോ? പെങ്ങളെ, 29 വയസ്സ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സ് പ്രായമായപ്പോ ഒരു ദിവസം ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. ഫാത്തിമ ബീബി 29ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. അതാ വരുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാർ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ നിന്നതുപോലെ റസൂലുള്ളാഹി വന്നപ്പോ 65ാമത്തെ വയസ്സിൽ ഉമ്മ നിന്നതുപോലെ 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. അലിയാർ തങ്ങൾ കടന്നു വന്നു, സലാം പറഞ്ഞു സ്വീകരിച്ചു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാർ തങ്ങളുടെ മടിയിൽ തല വെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ, എന്റെ ഹസനും ഹുസൈനിനെയും പൊന്നുപോലെ നോക്കണേ. ഹുസൈനിനെയും എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ. എന്റെ മക്കളെ തല്ലരുത്, എന്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, പോകാ സമയമായി, എന്റെ മരണമടുത്തു അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറയുകയാ, ഞാൻ മരിച്ച പകല് ഖബറടക്കരുത്, രാത്രിയിൽ വേണമെന്ന ഖബറടക്കാൻ, രാത്രിയിൽ വേണമെന്ന ഖബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ പകല് ഖബറടക്കിയാൽ, എന്തേ പകല് ഖബറടക്കിയാൽ? അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്നെ പകലാണ് മരിക്കുന്നതെങ്കിൽ, ഖബറടക്കുന്നതെങ്കിൽ, എൻ്റെ കഫം പൊതിയുന്നത്, എൻ്റെ മയ്യത്ത് ചുമക്കുന്നത്, എൻ്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാ. അവരെന്നെ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ്, വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുമല്ലോ, എനിക്കിഷ്ടമല്ല. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിൽ ഇറക്കുന്ന സമയത്ത് പോലും എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഉമ്മ ഭർത്താവിനോട് പറഞ്ഞ്, എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, കാരണം വേറെ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉമ്മയുടെ മകള് പറയുകയാ, എന്നെ രാത്രിയിൽ വേണം ഖബറടക്കാൻ, കാരണം ജനാസ കൊണ്ടുപോകുമ്പോ പോലും ഒരാളും എൻ്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. പെങ്ങളെ, കല്ലമ്പലത്തും കടുവാപ്പള്ളിയിലും പോയി ഫർദ വാങ്ങുമല്ലോ, ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമതും സ്റ്റിച്ച് ചെയ്യുമല്ലോ. ഇറങ്ങിക്കിടക്കാറ് നിനക്കിത് തിരിയില്ല പെങ്ങള്. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് അവസാനം അവിടെ നിന്ന് റബ്ബേ അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചിട്ട് യാത്രയായി എന്ന് ചരിത്രം പറയുമ്പോ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാവുപ്പാ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാണ്. നമ്മുടെ മക്കളെ നമ്മൾ നല്ല നിലയിലാണ് വളർത്തേണ്ടത്. വളർത്തണമെങ്കിൽ ആദ്യം ഉമ്മ നേരെയാകണം, വാപ്പ നേരെയാകണം, നിങ്ങൾ ദീനുള്ളവരാകണം, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാകണം, നിങ്ങൾ ശരീരം മറക്കുന്നവരാകണം, നിങ്ങൾ അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. ഇത് കണ്ടു വളരുന്ന മക്കള് അവരും നല്ല മക്കളാവുകയാ, അവര് സ്വാലിഹീങ്ങളാവുകയാ, അവര് നിനക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാവുകയാ. അല്ലാതെ നിങ്ങൾ വളരെ മോശമായ ജീവിതം നയിച്ചിട്ട്
എടുത്തിട്ട് നിങ്ങളുടെ മക്കളെ നന്നാകണമെന്ന് വിചാരിച്ചാ നടക്കുന്ന കാര്യമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നല്ല മക്കളെ വെറുതെ കിട്ടില്ല, കഷ്ടപ്പാടുണ്ട് വാപ്പാ, ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പരിശ്രമമുണ്ട്. പടച്ചവനെ, ഇന്നും ഒരു പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമകളും നന്നാകാ ദുആ ചെയ്യടേ ഉസ്താദേ, സഹിക്കുന്നില്ല എന്റെ മകള് നന്നാകാൻ. എന്റെ പൊന്നുമോള് ഉമ്മാനെ തല്ലുകയാ, ഉമ്മാനെ പിടിച്ച് തെള്ളുകയാ, ഉമ്മാനെ ചീത്ത പറയുകയാ. അതുകൊണ്ട് എന്റെ മകള് നന്നാകാ ദുആ ചെയ്യണേ എന്ന് സങ്കടത്തോടെ ഒരു ഉമ്മ ഇന്നും പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കാലം വളരെ മോശമാണ്. ഈ മോശമായ കാലഘട്ടത്തില് നമ്മുടെ മക്കള് നല്ലവരാകണോ? ആദ്യം നമുക്ക് നന്നാകാം, നമുക്ക് നല്ലവരാകാം. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം. നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പയും ഉമ്മയുമായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്. ഒന്നാമത്തെ കടമ, അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം, അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. അതുകൊണ്ട് പെണ്ണ് കെട്ടിയ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദുആ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭർത്താക്കന്മാരെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും നന്നാകാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഉസ്താദെ, കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യ സുബ്ഹാനല്ലാഹ്, ഓർമ്മപ്പെടുത്തല്ലേ ഉസ്താദെ, വലിയ പ്രയാസമാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഉണ്ടായിരിക്കണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നല്ല സ്വാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിലും നമ്മളെ ഒരുമിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിലും ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. ആരും പൊക്കുന്നില്ല, പലരും കൈപൊക്കണില്ല, പലരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വേണോ വേണ്ടയോ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ഉസ്താദേ, സ്വർഗത്തിലും ഉണ്ടോ ഇവിടെ? അല്ലേ, ഇവിടെ തന്നെ പറ്റണില്ല. അള്ളാഹ് അതിന് സ്വർഗത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നു. സ്വർഗത്തിലൊക്കെ നല്ലവരാണ്, നമ്മുടെ ഭാര്യമാരൊക്കെ മാറിപ്പോകും. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും, ഇതൊക്കെ സ്വാഭാവികം. ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും, അടിയും വഴക്കൊക്കെ ഉണ്ടാകും, അതൊക്കെ നല്ലതാണ്. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. പെണ്ണുങ്ങള് ഒന്ന് കൈവക്കിക്കേ. ഭർത്താവിനെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹു ആരെ ഈ അടിയും വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രമൊന്നും അല്ല. സ്നേഹമുള്ള നബിതങ്ങളുടെ വീടിനകത്ത് അടിയില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി ഇറച്ചിക്കറിയും പാത്രം എറിഞ്ഞു പൊട്ടിച്ചളഞ്ഞു. പിന്നല്ലേ നമ്മുടെ ആമിന. നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല പാത്രം എറിഞ്ഞു പൊട്ടിച്ചെങ്കിൽ പിന്നെ നമ്മുടെ ആമിന എത്ര പാവാ. നബിതങ്ങളുടെ വീട്ടിൽ പോലും ഉമർ ബിൻ ഖത്താബ് ഉമർ വരുന്ന വഴി കൂടെ പോലും ഇബ്ലീസ് വരുത്തില്ല, അത്രയ്ക്ക് പേടിയ ഉമറിന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഖലീഫയായിരിക്കുമ്പോ ഒരു സഹാബിയുടെ വീടിനകത്ത് ഭാര്യയും ഭർത്താവും വഴക്ക. ഈ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഉമർ തങ്ങളോട് പരാതി പറയാൻ ഒരു ചങ്ങാതി പോയി. ഖലീഫയല്ലേ, ഇന്ന് നിന്റെ കാര്യത്തെ തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഉമർ തങ്ങളോട് പരാതി പറയാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുമ്പോ കാണുന്ന രംഗം, പടപേടിച്ച് പന്തളത്ത് പോകുമ്പോ പന്തം കൊളുത്തി പടാന്ന് പറയണമല്ലേ. ഉമർ തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോ ഉമർ തങ്ങളുടെ വീട്ടില് ഉമർ തങ്ങളുടെ ഭാര്യ മഴ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ വലിയ വഴക്ക് നടക്കാം. അപ്പൊ ഈ സാധുവായ മനുഷ്യങ്ങനെ വീടിന്റെ മുറ്റത്ത് പോയിട്ട്
അള്ളാഹു ഇതിനെക്കാളും നല്ലത് ആരോട് പറയാനോ, തിരിച്ചുപോയി. ഉമർ തങ്ങൾ ഇത് കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഉമർ തങ്ങൾ ചോദിച്ചു, നീ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ വന്നില്ല, എന്തിനാ വന്നേ? ഒന്നുമില്ലപ്പാ, ചുമ്മാ വന്നേ. എന്തിനാപ്പാ വന്നേ? അല്ല, ഞാൻ എൻ്റെ ഭാര്യയെ കുറിച്ച് പറയാമെന്ന്. അപ്പോഴാ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ. പെണ്ണുങ്ങൾ ഇങ്ങനെപ്പാ, സ്നേഹമുള്ളിടത്തല്ലേ അടിയും വഴക്കൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും വഴക്ക് കൂടിയിട്ട് പിണങ്ങിയിട്ടുണ്ട്. നബി തങ്ങൾ ആയിഷ ബീവിയും പിണങ്ങി, രണ്ടുപേരും തമ്മിൽ പിണക്കം. സാധാരണ ഒരു രാത്രി, അതിനപ്പുറം പോകാറില്ല. പക്ഷെ ആ പിണക്കത്തിന് നീണ്ടുപോയി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും മിണ്ടണില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മധ്യസ്ഥ പറയാൻ വന്നു. ഭാര്യയുടെ പാപ്പായുമാണ് നബിതങ്ങളുടെ കൂട്ടുകാരോ. മധ്യസ്ഥ പറയാൻ വന്നു. മധ്യസ്ഥ പറയാമെന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നീ ആദ്യം പറയാൻ. നമ്മൾ അങ്ങനെയല്ല പറയണം, നീ മിണ്ടരുത്, ഞാൻ പറയും. ഭർത്താവ് പറയും, ഭാര്യ മിണ്ടാൻ പാടില്ല. നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ, എന്റെ പരാതി എന്താ? പറഞ്ഞോ, എന്റെ വാപ്പയല്ലേ ഇരിക്കണം, പറയാൻ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് നബിതങ്ങളെ പറഞ്ഞു. വാപ്പയല്ലേ മുമ്പിൽ ഇരിക്കുന്നത്, അപ്പൊ ഇത്തിരി സ്വാതന്ത്ര്യം, ഇയാള് എന്നൊക്കെ പറയണ പോലെ എന്തോ പറഞ്ഞു. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സഹിച്ചില്ല, ആയിഷ ബീവിയെ തല്ലി. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ, ആയിഷ ബീവിയെ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ വാപ്പായ അബൂബക്കർ തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, അടിച്ചു കളഞ്ഞു. പടച്ചോനെ, ആയിഷ ബീവി കരയാൻ തുടങ്ങി. ഭർത്താവിന്റെ മുന്നിലിട്ട് വാപ്പ തല്ലിയില്ലേ, സങ്കടം കരയാൻ തുടങ്ങി. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ പിണങ്ങിയിരുന്ന നബിതങ്ങൾ അടുത്ത് വന്നിട്ട് ആയിഷാനെ കെട്ടിപ്പിടിച്ചു. പിണക്കമായിരുന്നു. ഭാര്യ ഒന്ന് കരഞ്ഞപ്പോ തീർന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല കെട്ടിപ്പിടിച്ച് കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണം, എന്റെ പെണ്ണുമ്പിള്ളയെ തല്ലാൻ നിനക്ക് ആരാ അവകാശം തന്നെ? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഇതാ ബന്ധം, ഇതാ ഭാര്യയും ഭർത്താവും. ഇതാണ് ഭാര്യയും ഭർത്താവും. ഒന്ന് കരഞ്ഞാൽ തീരണം സഹോദര. വഴക്കും ബഹളമൊക്കെ, അടി കൂടണം, എന്ത് വേണമെങ്കിലും കൂടിക്കോ, സ്നേഹമുള്ളിടത്തല്ലേ. പക്ഷെ അതിനൊരു പരിധി ഉണ്ടാകണം. ആയിഷ ബീവി റളിയല്ലാഹു തആല ചെറിയ പെണ്ണ. ഒരിക്കൽ ദേഷ്യം വന്നപ്പോ നബിതങ്ങളോട് ചോദിച്ചു, എപ്പോഴും ഖദീജാനെ കുറിച്ചാ പറയാ നബിതങ്ങൾ. എന്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, എന്റെ ഖദീജ എങ്ങനാ, നിന്നെ പോലൊന്നും അല്ല എന്ന് നബിതങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയും. ഒരിക്കൽ ആയിഷ ബീവിക്ക് ഇത് സഹിക്കാൻ പറ്റാതെ ചോദിച്ചു, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, ലോകത്ത് വേറെ പെണ്ണൊന്നും ഇല്ലെന്ന്. തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ നബിതങ്ങൾ കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ കരയാ. നബിതങ്ങൾ കരഞ്ഞടോ. അല്ലാഹുവിന്റെ റസൂലിന് സഹിച്ചില്ല ഖദീജാനെ കിളവി എന്ന് വിളിച്ചത്. നമ്മുടെ പെണ്ണുമ്പിള്ളെ മൂദേവി എന്ന് വിളിച്ചാലും നമ്മൾ മിണ്ടൂല അല്ലേ? നമ്മൾ വിളിക്കണം എന്തായാലും. കിളവി എന്ന് വിളിച്ചപ്പോ നബിതങ്ങൾക്ക് സഹിച്ചില്ല. നബിതങ്ങൾ കരഞ്ഞടോ. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഖദീജാനെ പോലെ നിങ്ങളൊന്നും ആവില്ല. അതുകൊണ്ട് കുടുംബമാകുമ്പോ അങ്ങനെ വഴക്കും ബഹളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഭാര്യയും ഭർത്താവും നല്ലവരാകണം, സന്തോഷമുള്ള ഒരു വീടാകണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. അള്ളാഹു നമുക്ക് സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും മക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, നിങ്ങളൊക്കെ പെണ്ണും കെട്ടി മക്കളുമായില്ലേ, ഇനി നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ഇനി നിങ്ങളുടെ വീട് സ്വർഗമാകും. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങളുടെ വീട്ടിലുണ്ടാകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വഴി പറഞ്ഞു തരട്ടെ. ഭാര്യ നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും നന്നാകാൻ, നമ്മുടെ വീട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാം, ഒരു നന്മ പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 50 ആയില്ലേ? 10 10 മണിയല്ലേ? 10 മണിയല്ലേ? നിർത്തിക്കൂടെ? ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ചെയ്യാം. നാളെ രാവിലെ എഴുന്നേറ്റ് വായ്പ ചങ്ങനാശ്ശേരി പോകേണ്ടതാണ്. രാവിലെ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് കോഴിക്കോടായിരുന്നു, ഉറങ്ങിയിട്ട് പോലില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് താമസിച്ച് തന്നെ എത്തിയ ചുമ്മാ അടഞ്ഞാൽ ഉറങ്ങിപ്പോയി. നാളെ ഇനി പായിപ്പാടെന്ന് പള്ളിയിൽ ജുമായും കഴിഞ്ഞ് വേണം വരാൻ. ഇരിക്കുമോ? എങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നാളെ പറയാം. ഇത് വേണം, ഇരിക്കുമോ? നാളെ ഉണ്ടെങ്കിലല്ലേ. മരിച്ചുപോയി എന്ത് ചെയ്യും? അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ലവരാകണം. നമ്മുടെ ഭാര്യ നന്നാകണമെങ്കിൽ, നമ്മുടെ മക്കള് നന്നാകണമെങ്കിൽ ഒരു വഴിയുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റില്ലേ ഇപ്പോൾ? ബക്കറ്റ് എടുത്തേ. പ്രസിഡന്റിനൊന്നും കാണുന്ന പോലും ഇല്ല. എന്തേ ബക്കറ്റ് എടുക്കപ്പോ? പോക്കറ്റ് കൈയിട്ടോ, ഞാൻ പറഞ്ഞു തരാം. കൊടുത്തോ, നഷ്ടമൊന്നുമില്ല. ഈ പൈസ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം നിനക്ക് അള്ളാഹ്ക്ക് ഒരു നേട്ടമില്ല, നീ കൊടുത്ത നിനക്ക് നേട്ടം. സദക്ക വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങൾ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ് നിന്നേപ്പാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റൂല്ലേ? മാറ്റുമില്ലേ? ഉദാഹരണം ചോദിക്കട്ടെ. ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി, ബാത്റൂമിലേക്ക് കയറുന്ന സമയം കാല് തെറ്റി താഴെ വീണു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. വീണു പോയാലോ? അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കൾ ഓടി വന്നു, നിലവിളി കേട്ടു. മക്കൾ ഓടി വരുമ്പോ വാപ്പതോ താഴെ കിടക്കുന്നുണ്ട്. പൊക്കിയെടുത്തുകൊണ്ട് KTCTയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി. ഡോക്ടർ നല്ല മനുഷ്യനാ, IC തുറന്നിട്ട് പറഞ്ഞ് AC-ക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാൻ. നേരെ അകത്തേക്ക് കയറ്റി കിടത്തി. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇത്തിരി സീരിയസ് ആണ്, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, സർജറി വേണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാ, നിങ്ങൾ പോയി റെഡിയാക്കിക്കൊള്ളാൻ കാശ്. നാളെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് നാളെ രാവിലെ നോക്കുമ്പോ നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബിന്റെ റൂമിന്റെ മുമ്പിൽ നിന്റെ മോൻ വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദി ചോദിച്ചു, എന്താടാ നീന്ത ജുമായിക്ക് നേരത്തെ വന്നോ? ഇല്ല ഉസ്താദ്, ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ. എന്ത് പറ്റി മോനെ? വാപ്പച്ചി ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് സീരിയസ് ആയിട്ട് ICU കിടക്കുകയാ, ഉമ്മ തന്നു വിട്ടതാ പൈസ. അതാ ഉസ്താദ് ജുമായിക്ക് ദുആ ചെയ്യണേ. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അറിയാഞ്ഞിട്ടല്ല, പൈസ കൊണ്ടുവന്ന് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഉസ്താദെ 500 പള്ളിക്ക് ദുആ ചെയ്യണം കേട്ടോ. ഉസ്താദ് ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം സദക്ക രക്ഷപ്പെടുത്തുവെന്ന്. ഇപ്പൊ ബക്കറ്റ് ഇട്ട ബാത്റൂമിൽ വീഴാതെ തന്നെ രക്ഷപ്പെടൂല്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ഇട്ട ബാത്റൂമിൽ വീഴുവോ? വീഴത്തില്ല. അതിനകത്തിട്. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ധൈര്യമായിട്ട് പൊക്കോ ഇൻഷാ അല്ലാഹ്. ധൃതിയൊന്നും വേണ്ട കേട്ടോ, സമാധാനത്തിൽ വാങ്ങിച്ചോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്കുന്നു, അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അപകടങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു വീട് എങ്ങനെയാകണമെന്നറിയോ? ഒരു വീട് എങ്ങനെയാകണമെന്നറിയോ? ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് പിരിയാ. ഒരു വീട് എങ്ങനെയാകണമെന്നറിയോ? അല്ലാ, പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറയുകയാ. ആ വീട് പോലെ നമ്മുടെ വീടാകണം, ആ വീട് പോലെ നമ്മുടെ വീടാകണം. ഏത് വീട് പോലെ എന്നറിയോ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ നബി തങ്ങളുടെ മുമ്പിലേക്ക് പോയതാണ് നിസ്കരിക്കാൻ. താമസിച്ചു പള്ളിയിൽ നിന്ന് വരുന്ന തന്റെ ഭർത്താവിനെ കാണാതെ വന്നപ്പോ, വരണ്ട സമയം കഴിഞ്ഞിട്ടും ഭർത്താവും മകനെയും കാണാതെ വന്നപ്പോ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ പള്ളിയിൽ പോയ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. പള്ളിയിൽ പോയ ഭർത്താവിനെ കാണുന്നില്ല, ഭാര്യയ്ക്ക് സമാധാനമില്ല, വീടിന്റെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ അതാ ദൂരെ നിന്ന് ഭർത്താവും മകനും നടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനും ഭർത്താവും നടന്നു വരുന്നുണ്ട്. ഉമ്മു സുലൈമിന് സന്തോഷമായി. പടച്ചറപ്പേ, അങ്ങനെ നടന്ന് വീടിന്റെ മുമ്പിലെത്തുമ്പോ ഉമ്മു സുലൈം ഒരു കാഴ്ച കാണുകയാണ്. മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യന്, ഭർത്താവിന്റെ കൂടെ വേറെ ഒരു മനുഷ്യന്, പടച്ചവനെ, വീടിനകത്ത് കയറി സലാം പറഞ്ഞുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിനകത്തേക്ക് കടന്നു വന്നു. ഉമ്മു സുലൈം ചോദിക്കുകയാണ്, അബൂ തൽഹ, ആരാ കൂടെയുള്ള പ്രായമുള്ള മനുഷ്യനാരാ? അവിടെ പറഞ്ഞു, പെണ്ണേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സഹാബ, ഒരു യാത്രക്കാരനുണ്ട് സഹാബ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ, ലബ്ബൈക യാ റസൂലല്ലാഹ്,
ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ. അബൂ തൽഹ റളിയല്ലാഹു തആല ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യനാട് ഉമ്മു സുലൈമിനോട് പറഞ്ഞു, ഉള്ള ഭക്ഷണം എടുക്ക്, കൊടുക്കാ. ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ, ഈ വീടിനകത്ത് ഭക്ഷണമില്ല, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ. ഈ വന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, നമ്മുടെ മകന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. നമ്മൾ പട്ടിണി കിടക്കാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കാം. ആ കുറച്ചു ഭക്ഷണമല്ലാതെ ഈ വീടിനകത്ത് വേറെ ഭക്ഷണമില്ല. പിന്നെങ്ങനാ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കുന്നത്? സങ്കടമായടോ. അബൂ തൽഹ കരയുകയാ, ഉമ്മു സുലൈം കരയുകയാ. അതാ അടുക്കളയിലിരുന്ന് വാപ്പയും ഉമ്മയും കരയുമ്പോ അനസ് എന്ന് പറയുന്ന ചെറിയ മകൻ അടുക്കളയിലേക്ക് പോകുകയാണ്. എന്തിനാ ഉമ്മ കരയുന്നത്? മോനെ, ഉപ്പ കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, എന്റെ മോന് കഴിക്കാനുള്ളതേ ഉള്ളൂ, എന്റെ പൊന്നുമോന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. പടച്ചവനെ, 3 പേരും അടുക്കളയ്ക്കകത്തിരിക്കുമ്പോ ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്വാലിഹത്തായ ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് പെണ്ണ്? ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിൽ വെക്കാ, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കൂ. ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ചു, നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണം കഴിക്കാ സമയമായാ മോനെ അനസേ, വിളക്കണക്കണേ അനസേ, അടുത്ത് വെച്ചിരിക്കുന്ന വിളക്കണക്കണേ അനസേ. എന്റെ മോൻ ഭക്ഷണം കഴിക്കരുത്, കഴിക്കുന്നവരെ പോലെ അഭിനയിച്ചാ മതി. ആ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കട്ടെ. അവസാനം ഭക്ഷണം പാത്രത്തിൽ വെച്ചു, 3 പേരും കൂടെ കഴിക്കാനിരുന്നു. ആ 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള മകന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ പൊന്നുമകൻ ഭക്ഷണത്തിലേക്ക് നോക്കി, ഉമ്മാടെ മുഖത്ത് നോക്കി, ഉമ്മാടെ മുഖത്ത് നോക്കി. പടച്ചവനെ, ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണയ്ക്കുകയാണ്, അഭിനയിക്കുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യനൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അവിടെന്ന് അൽഹംദുലില്ലാഹ്, അവിടെന്ന് ദുആ ചെയ്ത് ഇറങ്ങി പോവുകയാ. അവര് 3 പേരും പട്ടിണി കിടന്നടോ. ആ വാപ്പയും ആ ഉമ്മയും ആ പൊന്നുമോര് ആരും പരസ്പരം പരാതി പറയാതെ അവര് 3 പേരും കിടന്ന് ഉറങ്ങുകയാണ്. സുബഹിന്റെ ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാ. ഉമ്മു സുലൈമിനെ വിളിച്ചു, മകനെ വിളിച്ചുണർത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാറ്. അവസാനം തന്റെ പൊന്നാര മകനെ ചുമലിൽ കയറ്റി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ചെന്നു. നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, ഐന അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ, എവിടെ അബൂ തൽഹ, എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നലെ വിളക്കണച്ചിട്ട് നിരത്തിയ വിരുന്നുണ്ടല്ലോ, അതല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. ഇന്നലെ വീടിനകത്ത് വിളക്കണച്ചിട്ട് നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കൂടെ നടത്തിയ വിരുന്ന് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ തങ്ങൾ ചോദിക്കുകയാ, എങ്ങനെ അറിഞ്ഞു നബിയേ? എന്റെ വീടിനകത്ത് നടന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയേ? നബി തങ്ങൾ പറഞ്ഞ, അബൂ തൽഹ, ഞാനല്ല ഇന്നലെ നിന്റെ വീട് കാണാൻ നീയും നിന്റെ ഭാര്യയും മകനും കൂടെ പട്ടിണി കിടക്കുന്നത് കാണാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. അബൂ തൽഹ, ഇന്നലെ നിന്റെ വീട്ടിൽ തിരക്കായിരുന്നു, ഇന്നലെ നിന്റെ വീട്ടിൽ തിരക്കായിരുന്നു. അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട് കാണാൻ വന്നു, നിന്റെ വീട് സന്ദർശിക്കാൻ മലക്കുകൾ വന്നു. അതുമാത്രമല്ല, ഖുർആനിൽ ആയത്തിറങ്ങി. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ
റഹ്മാനില് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വന്നിട്ട് ഓതി കൊടുക്കുകയാ. ഖുർആൻ പറഞ്ഞ വീടാണോ? അള്ളാന്റെ ഖുർആനിൽ അല്ലാഹു ഒരു വീടിനെ കുറിച്ച് പറയുകയാ. ഏത് വീടെന്നറിയോ? വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞു എന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വാലിഹത്തായ ഭാര്യ, സ്വാലിഹായ ഭർത്താവ്, സ്വാലിഹായ മകന്, ഇതാടോ സദഖ കൊടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. ഇതാ സമാധാനമുള്ള ജീവിതം. പടച്ചവനെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പടച്ചവരെ ചോദിക്കുമ്പോ സദഖ കൊടുക്കുന്നവര് അല്ലാഹു തരുന്ന പ്രതിഫലമാ പറയുന്നത്. സദഖ കൊടുക്കാൻ പറയുമ്പോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ഉപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. നിന്റെ ഭാര്യ അവള് സ്വാലിഹത്താകും, നിന്റെ പൊന്നുമക്കള് സ്വാലിഹീങ്ങളാകും. പെങ്ങളെ, നിന്റെ ഭർത്താവ് നന്നാകാൻ കുതിക്കുന്ന പെങ്ങള്, മോളെ സദഖ കൊടുത്താൽ അല്ലാഹു നിന്റെ ഭർത്താവിനെ നന്നാക്കുകയാ, നിന്റെ വീട് സ്വർഗമാവുകയാ, സമാധാനമുള്ള ജീവിതമാ. അതുമാത്രമല്ല, നിന്റെ വീട് കാണാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരും വാപ്പാ. അതുകൊണ്ട് പിരിയുകയാണ്, വെള്ളിയാഴ്ച രാവാട് ദുആ ചെയ്യാ പോകുകയാണ്. പടച്ചറപ്പേ, നിന്റെ വീട് കാണാൻ എന്ന് മലക്കുകൾ വരണം. ചെറുപ്പക്കാരാ, ഇന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കൂടെ നിന്റെ വീടിനകത്ത് കിടന്നുറങ്ങുമ്പോ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരണമല്ലോ, അവര് ദുആ ചെയ്യണമല്ലോ, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം വേണമല്ലോ. അല്ലാ, നിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ഇറങ്ങുന്ന വീടാക്കണേ അല്ലാ. അവരുടെ ദുആ കിട്ടുന്ന ഭവനമാക്കണേ അല്ലാ. അല്ലാഹു റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.